പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ നിങ്ങളോട് ചെറിയൊരു വചനഭാഗം പറയാനായിട്ടിരിക്കുന്നു. അതിന് മുന്നോടിയായിട്ട് നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. നാം എല്ലാവരും ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ദൈവം എനിക്കിത് തരണമേ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരിക്കലും നമുക്കുള്ളത് വീണ്ടും നമ്മൾ ഇനി ഒരാളോട് ചോദിക്കത്തുമില്ല. നമുക്കുള്ളൊരു വസ്തുവിനെ നമ്മൾ പ്രാർത്ഥിക്കത്തുമില്ല. അങ്ങനെയാണെങ്കിൽ തിരുവചനം പറയുന്നു, ക്രിസ്തുവിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു? നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാം. എഫെസോസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. അപ്പോൾ വചനം വ്യക്തമാണ്, ക്രിസ്തുവിൽ നമുക്ക് പാപമോചനവും രക്ഷയും കൈവന്നിരിക്കുന്നു. എന്താണ് ഈ കൈവന്നിരിക്കുക? കൈവന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, കയ്യിൽ വന്നിരിക്കുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ നമ്മുടേതായി തീർന്നിരിക്കുന്ന ഒരു വിഷയം, ഇതാകുന്നു കൈവന്നിരിക്കുക. അപ്പൊ ക്രിസ്തുവിൽ എനിക്ക് പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ പാപമോചനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു കാൽവരി കുരിശിൽ തൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴികെ തൻ്റെ രക്തത്താൽ നമുക്ക് അവൻ പാപമോചനം നൽകി എന്ന് തിരുവചനം പറയുന്നു. കാരണം രക്തം ചിന്താതെ പാപമോചനം നൽകാൻ സാധ്യമല്ലല്ലോ. പക്ഷേ ഇന്നും നമുക്കത് വിശ്വസിക്കാൻ സാധ്യമല്ല. ഇന്നും നമ്മളത് വിശ്വസിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് പാപമോചനം ലഭിക്കാൻ നമ്മൾ പല പ്രവൃത്തികളുമായി നടക്കുന്നത്. നമ്മളിൽ ചിലർ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു. എന്തിനു വേണ്ടി? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി. നമ്മളിൽ പലരും നല്ല ഒരു വ്യക്തിയായി തീരാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട്? നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടി. അപ്പൊ നമ്മുടെ ഉള്ളിനകത്ത് ദൈവം നമുക്ക് സൗജന്യമായി നൽകിയ ഈ പാപമോചനത്തെ പറ്റി ഇതുവരെയും ഒരു ബോധ്യം നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ പാപമോചനം വന്നാൽ എന്ത് സംഭവിക്കും? പാപമോചനം നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇനി ഒരു ബലിയുടെ ആവശ്യമില്ല എന്നതാണ്. ഈ ബലി കൊണ്ട് എന്താണോ നമുക്ക് ലഭിക്കുന്നത്, അത് 2024 വർഷങ്ങൾക്ക് മുൻപ് കർത്താവായ യേശു ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും പാപപരിഹാര ബലിയായി തീർന്നുകൊണ്ട് നമുക്ക് അവൻ പാപമോചനം നൽകി. പാപമോചനം നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം പാപത്താൽ വന്ന സകല രോഗത്തിൽ നിന്നും, സകല ശാപത്തിൽ നിന്നും, സകലവിധമായ വിഷയങ്ങളിൽ നിന്നും ക്രിസ്തു നമുക്ക് വിമോചനം നൽകിയെന്നതാകുന്നു. ഇന്ന് ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇത് കേൾക്കാൻ എളുപ്പമാണ്, വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ന് ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് ഇനി പാപത്തിന്റെ ഫ്രൂട്ട് ഉണ്ടാകാൻ പാടില്ല. പാപത്തിന്റെ ശമ്പളമാകുന്ന മരണത്തിന്റെ ബൈ പ്രോഡക്റ്റുകളായിരിക്കുന്ന രോഗമോ ശാപമോ ദുഃഖമോ നിരാശയോ ബന്ധനമോ ഇതൊന്നും ഉണ്ടായിരിക്കാൻ സാധ്യവുമല്ല, പാടുള്ളതുമല്ല. പക്ഷേ ഇത് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാകുന്നു. അതുകൊണ്ട് തന്നെ തിരുവചനം പറയുന്നു, അത് നിങ്ങൾക്ക് കയ്യിൽ വന്നിരിക്കുന്നു. ഇന്ന് ഇത് വിശ്വസിക്കുന്ന ഒരു ചലഞ്ച് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുക. നിങ്ങൾ വിശ്വസിക്കാൻ ശ്രമിച്ചു നോക്കുക. കർത്താവായ യേശു ക്രിസ്തു 2024 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി കുരിശിൽ ഇത്ര വലിയൊരു മരണത്തിലൂടെ അവിടെ നിങ്ങൾക്ക് നൽകിയത് അവൻ്റെ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും നൽകി. ഇനി രക്ഷ, നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ, അല്ലെങ്കിൽ തലനാഴിയിലേക്ക് രക്ഷപ്പെട്ടാൽ നമ്മൾ പറയും രക്ഷപ്പെട്ടു എന്ന് പറയും. എന്തെങ്കിലും ഒരു അബദ്ധം നമുക്ക് പറ്റാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും പറ്റേണ്ടതായിരുന്നു, നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ രക്ഷ എന്ന് പറയുന്ന ഒരു വിഷയവും നമ്മളെ അബദ്ധത്തിൽ തള്ളിയിടാതിരിക്കുന്നതും നമ്മളെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിൽ തള്ളിയിടാതിരിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ക്രിസ്തുവിൻ്റെ രക്തം വഴി നിങ്ങൾക്ക് രക്ഷ നൽകപ്പെട്ടിരിക്കുന്നു. ഈ രക്ഷ നിങ്ങൾക്ക് നൽകി എന്ന് പറയുമ്പോൾ ഇനി ഒരിക്കലും ഏതെങ്കിലും ഒരു അബദ്ധത്തിൽ വീഴാതെ വണ്ണം ദൈവം നിങ്ങളെ സൂക്ഷിക്കുന്നു. ഇനി ഒരിക്കലും ഒരു തെറ്റ് ചെയ്യാത്ത വണ്ണം ദൈവം നിങ്ങളെ സൂക്ഷിക്കുന്നു. അപ്പൊ രക്ഷയെ നിങ്ങൾക്ക് കൈവന്നിരിക്കുന്നു. ഇത് കേൾക്കാൻ എളുപ്പം, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രക്ഷ എനിക്ക് ലഭിച്ചെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്? രക്ഷ എനിക്ക് ലഭിച്ചുവെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ഇന്നും ഈ കടക്കാരനായിട്ടിരിക്കുന്നത്? രക്ഷ എനിക്ക് ലഭിച്ചുവെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഇന്നും സ്വതന്ത്രനല്ല? അതിന് നിശ്ചയമായും ഉത്തരമുണ്ട്. മറ്റൊന്നുമല്ല, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് തിരുവചനം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം പറയുന്നു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾ എൻ്റെ വായിലൂടെ കേൾക്കുന്ന ഈ സത്യത്തെ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ദൈവം ഇടയാക്കുക തന്നെ ചെയ്യും. വളരെ ശക്തമായ ഒരു സത്യം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലിരിക്കാവുന്നു. അത് മറ്റൊന്നുമല്ല, നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും നമുക്ക് കൈ വന്നിരിക്കുന്നു. ഇനി വരുമെന്നല്ല, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് നൽകിയ ഒരു വിഷയത്തെ ഇനി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, വിശ്വസിച്ച് അതിൽ ജീവിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ ഒരു പ്രവൃത്തി കൂടെ ഉണ്ട്. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അതുപോലെ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങും. ഇപ്പോൾ വീട്ടിൻ്റെ വെളിയിൽ മഴ പെയ്യുകയാണെന്ന് വിചാരിക്കുക. മഴ പെയ്യുന്നു എന്ന ശബ്ദം കേൾക്കുക മാത്രമല്ല, നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണുകയും വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ തീർച്ചയായും കുട നിങ്ങൾ എടുത്തിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നനയും.
അപ്പോൾ നിങ്ങളുടെ വിശ്വാസം നിങ്ങളിൽ ഒരു പ്രവൃത്തിയെ ഉത്ഭവിപ്പിക്കുന്നു എന്നതുപോലെ നിങ്ങൾ വിശ്വസിച്ചാൽ ഈ പാപമോചനവും രക്ഷയും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞുവെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അകത്ത് അതിൻ്റെ തക്കതായ പ്രവൃത്തികൾ പുറത്തോട്ട് വരുവാൻ സാധ്യമാകും. അപ്പോൾ ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വാസ്തവത്തിലുള്ള വചനം ഇതാകുന്നു: അവൻ്റെ ശരീരത്തിലൂടെ നിങ്ങൾക്ക് പാപമോചനവും അവൻ്റെ രക്തം വഴി നിങ്ങൾക്ക് രക്ഷയും കൈവന്നിരിക്കുന്നു. ഇനി വരുമെന്നല്ല, ഇത് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രവൃത്തി പാപമോചനത്തിന് വേണ്ടിയോ രക്ഷയ്ക്കോ വേണ്ടി ആകരുത്, അത് യേശുവിന് വേണ്ടി ആയിത്തീരട്ടെ. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.